സതീശൻ തിരുവനന്തപുരത്ത് പൊങ്കാലയിട്ടല്ലോ. ഉം. വി ഡി എന്താ സതീശൻ. സതീശന് പൊങ്കാലയിട്ടൂടെ? അല്ല പെട്ടെന്ന് എങ്ങനെയാണ് ഹിന്ദു സ്നേഹം വരുന്നത് എന്നുള്ള ഒരു അതിശയമാണ്. അല്ല, കന്റോൺമെൻറ് ഹൗസിലാണ് സതീശൻ പൊങ്കാലയിട്ടത്. സതീശൻ എന്ന് പറയാൻ പറ്റില്ല. സതീശൻ്റെ മകള് ഉണ്ണിമായ, സഹോദരി ആശ, ഇവർ രണ്ടുപേരാണ് പൊങ്കാലയിട്ടത്. സതീശൻ്റെ കുടുംബം എന്ന് പറയുമ്പോൾ ഇവർ പൊങ്കാലയിട്ടു. പൊങ്കാലയെക്കുറിച്ച് അവർ സംസാരിച്ചു. അച്ഛൻ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ വിജയിക്കട്ടെ എന്നാണ് ആഗ്രഹിക്കുന്നത് എന്ന് ഉണ്ണിമായ പറഞ്ഞു. സതീശൻ്റെ സഹോദരിയും ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു പൊങ്കാലയിട്ടത്. മകള് പറഞ്ഞു രണ്ടാമത്തെ തവണയാണെന്ന് പറയുന്നു. വളരെ നല്ലതാണ്. സതീശൻ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ വിജയിക്കട്ടെ എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഹിന്ദുക്കളെ മുഴുവൻ ഉപദ്രവിക്കുന്ന പ്രവർത്തനങ്ങൾ വിജയിക്കട്ടെ എന്നായിരിക്കാം, അല്ലേ? കാരണം ഇപ്പോൾ പൊങ്കാലയെ പങ്കെടുത്തല്ലോ. കേരളത്തിൽ 10-45 ലക്ഷം പേർ പങ്കെടുത്ത കുംഭമേള നടന്നു, അല്ലേ? തിരുനാവായയിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പരിപാടിയല്ല, സന്യാസിമാർ പങ്കെടുത്തുകൊണ്ട് ഹിന്ദുക്കളുടെ ഒരു ഉത്സവം എന്ന നിലയിൽ ആഘോഷം, ഒരു ഹൈന്ദവ ആഘോഷം. ഒരു രാഷ്ട്രീയ പാർട്ടിയും അതിനകത്തില്ല. BJP അല്ല പരിപാടി നടത്തിയത്, സംഘപരിവാർ അല്ല, RSS അല്ല നടത്തിയത്. മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതി വന്ന് നടത്തിയ കുംഭമേള. ആ കുംഭമേളയ്ക്കൊന്ന് പോകാൻ സതീശന് പറ്റിയോ? ഇവിടുത്തെ മുസ്ലിങ്ങളുടെ തലേക്കെട്ടുകാർ സംഘത്തിൻ്റെ സമസ്തയുടെ ഒരു ജാഥ നടന്നു, വലിയ സമ്മേളനം നടന്നു. അതിൽ സതീശൻ പോയിരുന്നു, പിണറായി വിജയനും പോയി, ചെന്നിത്തലയും പോയി. അപ്പോൾ രാഷ്ട്രീയ ഹിന്ദുക്കളുടെ പരിപാടികൾക്ക് പങ്കെടുക്കുന്ന ഒരു സ്വഭാവം സതീശനില്ല. എല്ലാവരും പോകും. അപ്പോൾ ഹിന്ദുക്കളുടെ ഒരു പരിപാടിക്കും പോകത്തില്ല. പൊങ്കാലയ്ക്ക് പോയത് ഇപ്പോൾ ഉണ്ണിമായ പറയുന്നത് നമുക്ക് വിശ്വസിക്കാം. കഴിഞ്ഞ വർഷവും പൊങ്കാലയിട്ടു, ഈ വർഷം ഇട്ടു. സഹോദരി വന്ന് ആദ്യമായിട്ടാണ്. ആങ്ങളയെ ഒന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാക്കാൻ കന്റോൺമെൻറ് ഹൗസിൽ നിന്ന് ക്ലിഫ് ഹൗസിലേക്ക് മാറ്റണമെന്ന് ഒരാഗ്രഹമുണ്ട്. സതീശൻ പറഞ്ഞൊരു കാര്യമുണ്ട്, എല്ലാവരും മതം മാറി മുസ്ലിം ആയാൽ എന്താ കുഴപ്പം? ഇന്ത്യ ഒരു ഇസ്ലാമിക രാജ്യമായാൽ എന്താ കുഴപ്പം എന്ന് ചോദിക്കുന്ന സതീശൻ പൊങ്കാലയ്ക്ക് ഇവർ സഹോദരിയും മകളും അടുപ്പ് കൂട്ടുമ്പോൾ അവിടെ വന്ന് നിൽക്കുന്ന ഒരു ചിത്രവും കണ്ടു. ഏഷ്യാനെറ്റ് കാണിച്ചു. ഏഷ്യാനെറ്റ് ചോദിക്കുന്നുണ്ട് അവരുടെ ആഗ്രഹം, അവർ മുഖ്യമന്ത്രി ആവണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ, അടുത്ത വർഷം ക്ലിഫ് ഹൗസിൽ വന്നിട്ടാണ് പൊങ്കാല ഇടാൻ പോകുന്നത് എന്നൊക്കെ ചോദിക്കും. ക്ലിഫ് ഹൗസിലാണെങ്കിൽ ഇടത്തില്ല സതീശൻ, ഇല്ല. കാരണം നമ്മുടെ ഈ കാസർഗോഡ് MP ഉണ്ണിത്താൻ, അല്ലേ, രാജ്മോഹൻ നെറ്റ് മുഴുവൻ 1.5 കിലോ ചന്ദനം നടക്കുന്ന ആളായിരുന്നു. ഗണപതി ഹോമത്തിന്റെ പ്രസാദം, ഗണപതി ഹോമത്തിന്റെ പ്രസാദം ഒക്കെ തേച്ചുകൊണ്ട് നടക്കുന്ന, അത് ഒരു 1.5 കിലോ ആണ് വരുന്നത്. വാരിപ്പൂശുമായിരുന്നു. അങ്ങനെയുള്ള ഉണ്ണിത്താൻ കാസർഗോഡ് മത്സരിക്കാൻ ചെന്നതിന് ശേഷം കുറിയില്ല, ഒന്നുമില്ല. അദ്ദേഹം പറഞ്ഞത് ഇപ്പം ഞാൻ ഉച്ചിയിലാണ് കുറിയിടുന്നത് എന്ന് ഒറ്റ പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ്. അപ്പം ഇപ്പം നമ്മുടെ നാടിൻ്റെ അവസ്ഥ, ഇപ്പം ബീഫ് കഴിക്കണോ എന്നുള്ള പ്രശ്നമാണ്. ബീഫൊന്നും ഈ രാജ്യത്ത് ആരും നിരോധിച്ചിട്ടില്ല. എവിടെയാണ് നിരോധിച്ചിരിക്കുന്നത്? ഗോവധമാണ് നിരോധിച്ചിരിക്കുന്നത്, അല്ലേ? പശുക്കളൊക്കെ ഗോവധം ആദ്യം നിരോധിച്ച കോൺഗ്രസ് പാർട്ടിയാണ്. ഗാന്ധിജിയാണ് ആവശ്യപ്പെട്ടത്. കോൺഗ്രസ് സർക്കാരുകളാണ് ഗോവധം നടപ്പാക്കിയത്. BJP അല്ല ഗോവധ നിരോധനം നടപ്പാക്കിയത്. അപ്പോൾ BJP എന്ന് ജനിച്ചിട്ടില്ല, അല്ലേ? ഗോവധം എന്ന നിരോധനം എന്നുള്ള ആശയം നടപ്പാക്കിയത് കോൺഗ്രസിൻ്റെ ആവശ്യമാണ്. അമ്മയും കിടാവും ഒരു കാലത്ത് കോൺഗ്രസിൻ്റെ ചിഹ്നമായിരുന്നു. ഈ ഇന്ത്യയിലെ ഹിന്ദു ജനതയുടെ വൈകാരികമായ ഗോക്കളോടുള്ള ഒരു സ്നേഹത്തെ മുതലാക്കാൻ വേണ്ടിയിട്ടാണ് അവർ അമ്മയും കിടാവും, പശുവും കിടാവും എന്നുള്ള ആ ചിഹ്നം, തെരഞ്ഞെടുപ്പ് ചിഹ്നം സ്വീകരിച്ച്. പശുവും കിടാവും എത്രയോ കാലം ചിഹ്നമായിരുന്നു. പിന്നീട് കൈപ്പത്തി സ്വീകരിക്കുന്നു. അങ്ങനെയാണ് പാലക്കാടുള്ള ഒരു ക്ഷേത്രത്തിലെ വിഗ്രഹം കൈപ്പത്തിയാണ്. ആ കൈപ്പത്തിയും സ്വീകരിച്ചിരിക്കുന്നത് ഹിന്ദു പ്രതീകത്തിൻ്റെ ഭാഗമായിട്ടാണ്. ഇപ്പോൾ കൈപ്പത്തിക്ക് വോട്ട് കുത്തുന്ന ഈ പറയുന്ന ഹിന്ദു വിരുദ്ധരായ ഇസ്ലാമിസ്റ്റുകൾ ഓർക്കണം, കൈപ്പത്തി എന്ന് പറയുന്ന ചിഹ്നം ഇന്ദിരാഗാന്ധി സ്വീകരിക്കുന്നത് പാലക്കാട് ജില്ലയിലുള്ള ഒരു ഹിന്ദു ക്ഷേത്രത്തിൽ ആരാധന നടത്തിയതിന് ശേഷമാണ് കൈപ്പത്തി ചിഹ്നം സ്വീകരിക്കുന്നത്. അറാമാണ്, ശിർക്കാണ് കൈപ്പത്തി കൂട്ടിയത്. പാലക്കാട് കല്ലേക്കുളങ്ങര ഹേമാംബിക ക്ഷേത്രത്തിലാണ്, ഏമൂർ ഭഗവതി ക്ഷേത്രം എന്ന് പറയും. അവിടെയാണ് ഭഗവതിയുടെ 2 കൈപ്പത്തികൾ പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. അവിടെയാണ് ഇന്ദിരാഗാന്ധി വന്നത്. അവിടെ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ഇന്ദിരാഗാന്ധി കോൺഗ്രസ് പാർട്ടിക്ക് കൈപ്പത്തി ചിഹ്നം മതി എന്ന് തീരുമാനിച്ചു. അപ്പോൾ ഒരു ഹിന്ദു പ്രതീകമാണ്. ഇനിയിപ്പോൾ നാളെ ഞങ്ങൾ ഹിന്ദു പാർട്ടിയാണെന്ന് പറയാൻ വേണ്ടി നിങ്ങൾ പറഞ്ഞു നടക്കരുത്. ഹിന്ദുക്കളെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഈ കൈപ്പത്തി ഉപയോഗിക്കുന്നത്. സതീശൻ്റെ ഹിന്ദു വിരുദ്ധത കുപ്രസിദ്ധമാണ്. ഹിന്ദുക്കൾക്കെതിരാണ് സതീശൻ എക്കാലത്തും. സതീശൻ അതുകൊണ്ട്, അല്ലെങ്കിൽ സതീശൻ ഗാന്ധിയെ കോട്ട് ചെയ്യാറുണ്ടല്ലോ. ഗാന്ധി പറയുന്നുണ്ട്, മുസ്ലിമുകൾ ഹിന്ദുക്കളെ കൊന്നാൽ നിങ്ങൾ അത് സഹിക്കണം, നിങ്ങൾ സഹിച്ച് വഴങ്ങിക്കൊടുക്കണം. ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്ത് ഇവിടെ ഒരു ഇസ്ലാമിക രാജ്യമുണ്ടായാലും നിങ്ങൾ അത് സഹിക്കണമെന്ന് പറഞ്ഞ ആളാണ് മഹാത്മാഗാന്ധി. അപ്പം മുസ്ലിങ്ങളുടെ മനസ്സ് മാറുമെന്നാണ് മുസ്ലിങ്ങളുടെ മനസ്സ് മാറുമെന്നാണ് പറഞ്ഞത്. ഏതായാലും മുസ്ലിങ്ങളുടെ മനസ്സ് മാറുമല്ലോ എന്നല്ല നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മുടെ അനുഭവത്തിൽ കണ്ടിട്ടുണ്ട്. ഏതായാലും ഹിന്ദുക്കളെ കൂട്ടക്കൊല ചെയ്താൽ ഹിന്ദു അത് സഹിക്കണം എന്ന് പറഞ്ഞ ഗാന്ധിയുടെ ശിഷ്യൻ ആയിട്ട് ഇപ്പോൾ നിൽക്കുന്ന യഥാർത്ഥ ശിഷ്യന്മാരിൽ ഒരാളാണ് സതീശൻ. ഹിന്ദുക്കളെ ഉന്മൂലനം, ഹിന്ദുവിൻ്റെ വോട്ടൊന്നും വേണ്ട, ഹിന്ദു എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും നികഷ്ടമായ ഒരു ജനതയാണ് എന്ന് പറയുന്ന സതീശൻ
എൻ്റെ സതീശൻ്റെ മകളും സഹോദരിയും പൊങ്കാലയിട്ടത് ഇപ്പം ഇന്ന് ചാനലുകൾക്ക് വാർത്തയാണ്. പക്ഷേ കേരളത്തിലെ ഹിന്ദുക്കളുടെ എന്തു പരിപാടിക്കാണ് സതീശൻ പങ്കെടുക്കാറുള്ളത്? സതീശൻ എന്തായാലും സഹോദരിയും മകളും പൊങ്കാലയിടുന്നത് കൊണ്ടാണോ എന്നറിയത്തില്ല, പുതുയുഗ യാത്ര യുടെ സമയത്ത് അവിടെ പൊങ്കാല അടുപ്പിടുന്ന സ്ഥലത്ത് വരുന്നതായിട്ടാണ് ഏഷ്യാനെറ്റിലെ വിഷ്വലിൽ കണ്ടത്. അപ്പോൾ ജാഥ നിർത്തിയിട്ട് സഹോദരിയും മകളും ഇടുന്ന പൊങ്കാല അടുപ്പിൻ്റെ അടുത്ത് പോയി നിൽക്കേണ്ടത് എങ്ങനെയെങ്കിലും മുഖ്യമന്ത്രിയാകണമെന്നുള്ള ആഗ്രഹം കൊണ്ടായിരിക്കും. ഏതായാലും സതീശന് എൻ്റെ കുടുംബത്തിന് പൊങ്കാല ഇടാനുള്ള അവകാശമുണ്ട്. അതിനകത്ത് നമുക്ക് അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ സതീശൻ്റെ കാര്യങ്ങൾ വിജയിക്കാൻ വേണ്ടിയിട്ടാണ് പൊങ്കാല ഇട്ടതെന്ന് അവർ പറയുമ്പോൾ നമുക്ക് ആശങ്ക കൂടും. ആറ്റുകാലമ്മയോട് പ്രാർത്ഥിക്കുന്നത് കേരളത്തിലെ ഹിന്ദുക്കൾ മുഴുവൻ മുടിഞ്ഞു പോകട്ടെ, കേരളത്തിലെ ഇസ്ലാമിക ഭരണം വരട്ടെ, ഇസ്ലാമിക ഭരണം വന്നാൽ എന്താണ് കുഴപ്പം എന്നു പറയുന്ന സതീശൻ്റെ ആശയ സഫലീകരണത്തിനായിട്ട് പൊങ്കാല ഇട്ടാൽ അത് എനിക്കും പ്രിയനും ഇത് കേൾക്കുന്ന ആളുകൾക്കുമൊക്കെ ദോഷം ചെയ്യുന്നതാണ്. കാരണം നമ്മളൊക്കെ മുടിഞ്ഞു പോകണം, നമ്മളൊക്കെ ഇസ്ലാമിക ഭരണത്തിന് കീഴിൽ കഴിയണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടൊരു പൊങ്കാല ഇട്ടാൽ ആറ്റുകാലമ്മച്ചി അത് കേൾക്കുമൊന്നുമില്ല. ആറ്റുകാലമ്മ ഹിന്ദുവാണോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ആറ്റുകാലമ്മയുടെ ഭക്തർ ഹിന്ദുക്കളാണ്, അല്ലേ? സംശയമൊന്നുമില്ല. പിന്നെ ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്നത് അതിഗംഭീരമായി നടക്കുന്നു എന്നാണ് നമ്മൾ അറിയുന്നത്. കാരണം തിരുവനന്തപുരത്ത് ജനകീയനായൊരു മേയറെ കെട്ടി, ആ മേയർ ഇടപെട്ട് അവിടെ ഇതിനെ പരാജയപ്പെടുത്താൻ വേണ്ടി ഗവൺമെൻറ് ഡോക്ടർമാരെ ഇറക്കാൻ തീരുമാനിച്ചു. ശുചീകരണ തൊഴിലാളികളെ കൊണ്ട് സമരത്തിനിറക്കാൻ CPM പദ്ധതിയിട്ടു. കുടിവെള്ളം മുടക്കാൻ തീരുമാനിച്ചു. 100 കണക്കിന്, അല്ലേ, വാഹനങ്ങളിൽ വെള്ളം എത്തിച്ച് 200 കണക്കിനെന്ന് പറയുമ്പോൾ വലിയ ഞാൻ പറയാം, അത്രയും വേണ്ട, 10-200ഓളം വാഹനങ്ങളിൽ ആവശ്യത്തിന് വെള്ളം അവിടെ എത്തിച്ചു. പിന്നെ എന്ത് ചെയ്തു? അവിടെ പാർക്കിങ്ങിൻ്റെ പേരിലുള്ള കൊള്ള, ഒരു വീഡിയോ കണ്ടു. ഒരു വണ്ടി കൊണ്ട്, ഒരു മാരുതി 800 പാർക്ക് ചെയ്യാൻ 400 രൂപയോ 500 രൂപയൊക്കെ ചോദിച്ചുകൊണ്ടിരുന്ന സ്ഥലത്തേക്ക് മേയർ നേരിട്ട് വന്നിട്ട് അയാൾക്ക് നടപടി എടുക്കുമെന്ന് പറയുമ്പോൾ അയാൾ പൈസ തിരിച്ചു കൊടുക്കുന്നത് കണ്ട് അപ്പോൾ വളരെ ജനകീയമായി. നേരത്തെ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു വിഹിതം വേണ്ടപ്പെട്ട ആളുകൾക്ക് കിട്ടുമായിരുന്നു. അനധികൃതമായി താൽക്കാലിക പാർക്കിംഗ് നടത്തുക, അവിടെ 500 രൂപയൊക്കെ ഒരു വണ്ടിക്ക് പാർക്ക് ചെയ്യാൻ പിടിക്കുക, 200 രൂപ ഡിവിഷൻ കൗൺസിലർക്ക് കിട്ടുക, സന്തോഷമായില്ലേ? ആ 200 രൂപ കിട്ടുന്നത് 10 രൂപ മേയർക്കും കിട്ടുക, സന്തോഷമായി. അപ്പോൾ അങ്ങനെ നടന്നുകൊണ്ടിരുന്നതൊക്കെ അവസാനിപ്പിക്കാൻ ശ്രമിച്ചു. വളരെ ഭംഗിയായി ഇത്തവണത്തെ ആറ്റുകാൽ പൊങ്കാല സമാപിക്കുകയാണ്. ആ ആറ്റുകാൽ പൊങ്കാല സമാപിക്കുമ്പോഴാണ് സതീശൻ്റെ ആഗ്രഹം പൂർത്തിയാക്കാൻ അദ്ദേഹത്തിൻ്റെ കുടുംബം പൊങ്കാലയിട്ട് എന്നുള്ള വാർത്ത കാണുന്നത്. സതീശൻ്റെ ഉള്ളിലുള്ള ആഗ്രഹം മുഖ്യമന്ത്രിയാവണം, മുസ്ലിങ്ങളുടെ ഭരണം വരണം എന്നാണെങ്കിൽ എനിക്ക് പേടിയാണ്. കാരണം ഇസ്ലാമിക ഭരണത്തിൻ്റെ കീഴിൽ ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം ഇന്ത്യ സനാതന ഹിന്ദുക്കളുടെ സനാതനധർമ്മം പുലരുന്ന ഒരു രാജ്യമാണ്. അവിടുത്തെ ഒരു സംസ്ഥാനത്ത് ഇസ്ലാമിക ഭരണം നടപ്പാക്കാൻ ഒരാൾ തുനിഞ്ഞിറങ്ങി വരുന്നു എന്ന് പറഞ്ഞാൽ അത് വലിയ സങ്കടകരമാണ്, നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്ത അല്ല. കഴിഞ്ഞ കുറേ ദിവസമായി സതീശൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു. അതായത് മൊത്തം മതം മാറ്റി ഇസ്ലാമായാൽ എന്താ കുഴപ്പം, ഇസ്ലാമിക ഭരണം വന്നാൽ എന്താണ് കുഴപ്പം എന്നൊക്കെ സതീശൻ പറഞ്ഞതായി സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് റീലുകളും പോസ്റ്റുകളൊക്കെ വരുന്നുണ്ട്. അങ്ങനെയൊന്നും താൻ പറഞ്ഞിട്ടില്ല, തനിക്ക് അത്തരം നിലപാടുകളില്ല എന്ന് സതീശൻ പറഞ്ഞതായിട്ട് ഒരിടത്തും കണ്ടു. ഇത് വ്യാജ പ്രചാരണമാണ് നടക്കുന്നതെന്ന് സതീശൻ പറഞ്ഞിട്ടുമില്ല. പറയേണ്ടതാണ്. കാരണം അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാൻ ഉടുപ്പ് തയ്ച്ചിറങ്ങി കാല് വെന്ത് ഇങ്ങനെ ഒരു ജാഥ നയിച്ചുകൊണ്ട് പോവുകയാണ്. അങ്ങനെ വരുമ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് ഒരു മതത്തിൻ്റെ ആളാണെന്നുള്ള തരത്തിൽ പ്രചരിപ്പിക്കുന്ന സോഷ്യൽ മീഡിയ പ്രചാരണങ്ങൾ അദ്ദേഹം കാണേണ്ടതാണ്, കണ്ട് ചെറുക്കേണ്ടതാണ്. അതിനെതിരെ ഒന്നും അദ്ദേഹം പറയാത്തത് കൊണ്ട് അത് അദ്ദേഹം പറഞ്ഞത് തന്നെയാണെന്ന് വിശ്വസിക്കാൻ തരമുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. സതീശൻ്റെ ആഗ്രഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകാനാണെങ്കിൽ, അത് മുസ്ലിം ഭരണം കൊണ്ടുവരാനാണെങ്കിൽ, ആറ്റുകാലമ്മ ആ പ്രാർത്ഥന കേൾക്കരുത് എന്നൊരു മറുപ്രാർത്ഥന നമുക്ക് മുന്നോട്ട് വെക്കാനുണ്ട്. ആറ്റുകാലമ്മ തീരുമാനിക്കട്ടെ, അല്ലേ? ആറ്റുകാലമ്മ ഒരിക്കലും ആ പ്രാർത്ഥന കേൾക്കില്ല. അമ്മ നേരിൻ്റെ അമ്മയാണ്, സത്യത്തിൻ്റെ അമ്മയാണ്. അതുകൊണ്ട് തന്നെ അത് ഇത്തരം ഈ വേദാധീനങ്ങളൊന്നും അനുഗ്രഹിക്കുന്ന അമ്മയല്ല ആറ്റുകാലമ്മ. നിങ്ങൾ ആറ്റുകാല് അതിൻ്റെ തൊട്ടടുത്തുള്ള ആളാണല്ലോ, അല്ലേ? എല്ലാവർക്കും ആറ്റുകാലമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ, സതീശനും ഉണ്ടാവട്ടെ. അപ്പോൾ ഏതായാലും ഇന്ത്യ ലൈവ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയവർ ഓർമ്മിക്കുക, അത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം.